നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദമായ സ്വാഗതം. ഇന്നാണ് ആ ദിവസം, ഇന്നാണ് ഫൈനല്. കർത്താവേ, എന്തായി തീരുമോ എന്നൊരു പിടുത്തവുമില്ല. ഇന്ന് 7 മണിക്ക് എവിടെയെന്നറിയല്ല, അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയം. ഇതുവരെ കേട്ട ഒരു ഫൈനലും അവിടെ നിന്ന് ജയിച്ചിട്ടില്ല എന്നുള്ളൊരു സത്യം അവിടെ ഇരിപ്പുണ്ട്. കഴിഞ്ഞ ഈ പറയുന്ന വൺഡേ വേൾഡ് കപ്പിൽ അന്ന് നമ്മുടെ ഓസ്ട്രേലിയ എല്ലാ കളിയും ജയിച്ച് വന്ന അവസാനം ഓസ്ട്രേലിയ നമ്മളെ തോൽപ്പിച്ച കളി എവിടെയാണ്? നമ്മുടെ മനസ്സെല്ലാം, നമ്മുടെ പ്രതീക്ഷകളെല്ലാം നശിച്ചു പോയ ഒരു ഗ്രൗണ്ടാണ് അവിടെ. പക്ഷെ നമ്മൾ ഇപ്പൊ വന്നിരിക്കുന്നത് ഈ പറയുന്നതാണ്, ഹിസ്റ്ററി ഉണ്ടാക്കാനാണ്. മനസ്സിലായോ? നമ്മുടെ ഹിസ്റ്ററി ഉണ്ടാക്കാനാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊക്കെ വരാൻ പോകുന്നതെല്ലാം ഈ ഒരു കളി ജയിക്കുമ്പോൾ തന്നെ ഒരുപാട് ഹിസ്റ്ററികളാണ് പിറക്കുന്നത്. ഒന്നാമത്തെ കേസ്, ഓൾറെഡി ഇന്ത്യ ഹിസ്റ്ററി ഉണ്ടാക്കി കഴിഞ്ഞിരുന്നത്. അതായത് തുടർച്ചയായ ഫൈനലുകളിൽ ഒരു ടീമാണ് കഴിഞ്ഞ പ്രാവശ്യം പിന്നെ കപ്പെടുത്തിട്ട് അടുത്ത ഫൈനലിൽ ആ ടീം വരാറില്ല എന്നുള്ളൊരു സാധനം. അത് ഓൾറെഡി ഇന്ത്യ മറികടന്ന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഹിസ്റ്ററി നമ്മൾ എന്ത് ചെയ്യും? ഹിസ്റ്ററി ആവർത്തിക്കും എന്നുള്ളതാണ്. മനസ്സിലായോ? ഹിസ്റ്ററി നമ്മൾ ആവർത്തിക്കും എന്ന് വെച്ചാൽ ജയം ആവർത്തിക്കും. രോഹിത് ശർമ്മ പറഞ്ഞതുപോലെ ഹിസ്റ്ററി ഡിഫീറ്റ് കരേഗ, ഹിസ്റ്ററി റിപ്പീറ്റ് കരേഗ. മനസ്സിലായല്ലോ? അതായത് ഇതുവരെ എല്ലാം പഴങ്കഥകളാകും, ഇന്ന് നടക്കാൻ പോകുന്നതാണ് ഹിസ്റ്ററി. മനസ്സിലായോ? ഇന്ന് നിങ്ങൾ നോക്കിക്കോ, സൂപ്പറായിട്ട് ഇന്ത്യ ജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ പറഞ്ഞ എനിക്ക് ഒരു തരത്തിൽ തോന്നുന്നത് ഇതൊരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു കളിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ പറയുന്ന നമ്മുടെ സൗത്ത് ആഫ്രിക്കയെ ന്യൂസിലൻഡ് ഏത് രീതിയിലാണോ തോൽപ്പിച്ചിട്ട് അതുപോലെ ഇന്ത്യ അടിച്ച് തോൽപ്പിക്കും എന്നുള്ളൊരു അങ്ങനെ ഒരു ചിന്ത എനിക്കുണ്ട് എന്നുള്ളതാണ്. ഇനി ഇന്ത്യയുടെ പ്ലേയിങ് 11 ടോസ് നിർണായകമാണോ എന്നുള്ളതൊക്കെ ഒരുപാട് ഡിബേറ്റുകൾ നടക്കുന്നുണ്ട്. പ്ലേയിങ് 11 എന്തെങ്കിലും ചാൻസ് ഉണ്ടോ, മാറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ചേഞ്ച് ഉണ്ടാകാനുള്ള ചാൻസസ് ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ലാസ്റ്റ് വന്ന അപ്ഡേറ്റുകൾ അനുസരിച്ച് ഇന്നലെ വരുൺ ചക്രവർത്തി വളരെ കുറവ് ഓവറുകൾ മാത്രമാണ് എറിഞ്ഞതിൽ. പ്രാക്ടീസ് സെക്ഷനിൽ ആള് വലുതായിട്ടില്ലായിരുന്നു എന്നുള്ളൊരു സംഭവം വരുന്നുണ്ട്. അഭിഷേക് ശർമ്മ 101% ഉണ്ടാകും എന്നുള്ളതാണ്. അതിനുള്ള കാരണവും പറഞ്ഞുതരാം. അഭിഷേക് ശർമ്മ ഉണ്ട്, പക്ഷെ വരുൺ ചക്രവർത്തി ഇന്നലെ പണ്ടത്തെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മുമ്പത്തെ മാച്ചുകളെ അപേക്ഷിച്ച് ഇന്നലെ വളരെ കുറച്ച് മാത്രമേ പ്രാക്ടീസ് ചെയ്തുള്ളൂ. അതിനോടൊപ്പം ഈ പറയുന്ന കുൽദീപ് യാദവും റിങ്കു സിംഗും നല്ല രീതിയിൽ ബൗൾ ചെയ്യുന്നത് കണ്ടു എന്ന് പറയുന്നു. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന വരുൺ ചക്രവർത്തി തന്നെയാകും എന്ത് ചെയ്യുന്നത്, ഇറങ്ങാൻ. പിന്നീട് പ്ലേയിങ് 11 ഒരു മാറ്റവും വരാനുള്ള ചാൻസസ് ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത്. പിന്നെ നമ്മുടെ ടോസിന്റെ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ ടോസ് നിർണായകമാണ്. സെക്കൻഡ് ബാറ്റിംഗ് കിട്ടുന്നവരായിരിക്കും ജയസാധ്യത കൂടുതൽ എന്നൊക്കെയാണ് നമുക്ക് ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ വന്ന ന്യൂസുകൾ അനുസരിച്ച് നമ്മുടെ ഡ്യൂ വലുതായിട്ടില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? ഡ്യൂ ഫാക്ടർ അത്ര വലുതായിട്ടില്ല. അതുകൊണ്ട് ടോസ് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ബാറ്റിംഗ് എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. വലിയ ഡ്യൂ ഫാക്ടർ അവിടെ അങ്ങനെ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു ബിഗ്ഗസ്റ്റ് മാച്ച് ഫൈനൽ ആയതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമുക്കൊരു സ്കോർ അടിച്ച് വെച്ചിട്ട് എതിർ ടീമിനെ പ്രഷറൈസ് ആക്കുക. ആ സ്കോറിന്റെ ഒരു പ്രഷർ കാണുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതായത് സെമിയിൽ ഇന്ത്യ എങ്ങനെയാണോ കളിച്ചത് അതുപോലെ ടോസ് കിട്ടിയാലും ഇന്ത്യ ബാറ്റിംഗ് തന്നെ തിരഞ്ഞെടുക്കണം എന്നൊരു വാദവും വരുന്നുണ്ട്. അതായത് വലിയ ഡ്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ ബാറ്റിംഗ് തന്നെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ബെറ്റർ, അല്ലേ? ആ ഒരു സ്കോർ ബോർഡ് പ്രഷർ എന്ന് പറഞ്ഞതും ഫൈനൽ എന്ന് പറയുമ്പോൾ അത് നിർണായകമായിരിക്കും എന്നുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് അഭിഷേക് ശർമ്മ അമ്മയുടെ നിങ്ങൾ നോക്കിയോ, ഈ പ്രാവശ്യം ഏറ്റവും ഇന്നത്തെ നടക്കാൻ പോകുന്ന കളിയിൽ അഭിഷേക് ശർമ്മ 99% ഫോം ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ എല്ലാ കളികളും ഡക്കായി. അതായത് 2024 നമ്മുടെ കോഹ്ലി നോക്കിക്കഴിഞ്ഞാൽ 2024 അതായത് കഴിഞ്ഞ വേൾഡ് കപ്പ് T20 വേൾഡ് കപ്പിൽ കോഹ്ലി എങ്ങനെയായിരുന്നു? ഫസ്റ്റ് കളി 1, പിന്നെ 4, പിന്നെ 0, പിന്നെ 24, 37, 0, 9, 76. അതായത് സെമി ഫൈനലിൽ അവൻ അടിച്ചത് 9 റണ്ണാണ്. അതിന്റെ അടുത്തുള്ള ഫൈനലിലാണ് ഈ പറയുന്ന വിരാട് കോഹ്ലി 76 റൺസ് അടിക്കും. ഇന്ത്യ ആ ഒരു റണ്ണിന്റെ പിൻബലത്തിലാണ് ഇന്ത്യ ചെയ്തത്. ബാക്കി എല്ലാ കളിയിലും ഫോം ഔട്ട് ആയിരുന്നു എന്നുള്ളതാണ്. അതായത് വിരാട് കോഹ്ലി 2, 4, 6, 7, 8 കളികളിൽ 2 ഡക്കായിരുന്നു. മനസ്സിലായി? 8 കളികളിൽ 2 ഡക്ക്, 1, 1, 4. മനസ്സിലായി? അപ്പൊ അതായത് 4 കളികൾ ഒട്ടുമില്ലായിരുന്നു. 1, 2, 3, 4, 5 കളികൾ. അവസാന സെമിയിൽ 9ആണ്. 5 കളികളിൽ ഒന്നുമില്ലായിരുന്നു. 1-2 ഡക്കുകളുണ്ട്. പിന്നെ ഒരു 24, ഒരു 37 വിരാട് കോഹ്ലി അടിച്ചത്. ഫൈനലില് അവന്റെ ബാറ്റിംഗ് പുറത്തെടുത്തു എന്നുള്ളത്. അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയും ഈ പറയുന്ന 8 കളികൾ നോക്കിക്കഴിഞ്ഞാൽ
7 കളികൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 7 കളിയിൽ 3 തുടർച്ചയായിട്ട് ഡക്കും, ഒരു 15, ഒരു 55, പിന്നെ ഒരു 10, പിന്നെ സെമി ഫൈനലിൽ 9. അതായത് പിന്നീട് വിരാട് കോഹ്ലിയും സെമി ഫൈനലിൽ 9 ഈ പറയുന്ന അഭിഷേക് ശർമ്മയും എന്ത് ചെയ്തു, സെമി ഫൈനലിൽ 9. അതുകൊണ്ട് തന്നെ അഭിഷേക് ശർമ്മ അമ്മേണ ഈ കളി കളിക്കും, എനിക്ക് അങ്ങനെ തോന്നുന്നു. അഭിഷേക് ശർമ്മയുടെ ടൈമാണ് ഇന്നത്തെ സമയം. ഇന്നത്തെ കളി അഭിഷേക് ശർമ്മ കൊണ്ടുപോകും എന്നുള്ളതാണ്. മനസ്സിലായോ? അഭിഷേക് ശർമ്മ ഇന്ന് എന്തായാലും ഫോം ആകും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്ങനെയൊക്കെ നോക്കിയാലും അഭിഷേക് ശർമ്മയുടെ ദിവസമായിരിക്കും ഇന്ന്. നിങ്ങൾ നോക്കൂ, അഭിഷേക് ശർമ്മയുടെ ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി, അതായത് ഇതുവരെ ഫോം ആവാതിരുന്ന അല്ലെങ്കിൽ വേൾഡ് നമ്പർ ബാറ്റ്സ്മാനും വേൾഡ് നമ്പർ 1 ഈ പറയുന്ന ബൗളേഴ്സ് ഒക്കെ ഇന്നത്തെ കളിയിൽ മാറ്റിവെക്കും. ഇന്ത്യ ഏകപക്ഷീയമായിട്ട് ജയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശുഭ ചിന്തകളാണ് നമുക്ക് എപ്പോഴും നല്ലത് എന്നുള്ളതാണ്. ഒരുപാട് ഇതിനെക്കുറിച്ച് ഒരുപാട് പിന്നെ ഈ പറയുന്ന ജ്യോത്സ്യന്മാര് എന്താണ് പറയാ, നമ്മുടെ ബാബയെ പോലെ നമ്മുടെ മുഹമ്മദ് അമീർ, അവർ ബാബയാണ്, അവൻ ഓരോ സമയം മാറ്റി 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 പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ വേറെ ഇടത്തുണ്ട്, അവനാണ് ഇതുവരെ പറഞ്ഞതും എല്ലാം ഭൂകമ്പവും മറ്റതും വാറും തേങ്ങയും മാങ്ങയും എല്ലാം അവൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട്, ഒരു ചെറുപ്പക്കാരന്റെ പേര് എനിക്കറിയത്തില്ല, ഇതുവരെ ഒന്നും തെറ്റിയിട്ടില്ല. അവനും കൂടി പറഞ്ഞു ഇന്ത്യ സെമിയിൽ കയറൂലെന്ന് ചോദിച്ചാൽ ഇന്ത്യ സെമിയിൽ കയറി. ഇതിന് പറഞ്ഞു ഇന്ത്യ കപ്പടിക്കില്ല, കാരണം ഇന്ത്യ ഫൈനൽ കളിക്കില്ല എന്ന് പറഞ്ഞു. അതുവരെ തെറ്റിച്ചുകൊണ്ടാണ് ഇന്ത്യ ഇത് ഫൈനലിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളത്. പക്ഷെ മലയാളികളുടെ ഇടയിൽ ഇതുപോലെ ഒരു സാമി വന്നിട്ടുണ്ട് കേട്ടോ, ഒരു സാമി. ആ സാമിയുടെ കേസും കൂടി പറയാം. പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതുപോലെ പറഞ്ഞതൊക്കെ ഏകദേശം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ജ്യോത്സ്യൻ ഗുരുവിന്റെ പുതിയ പ്രവചനം വന്നു. ഫൈനലിൽ ഇന്ത്യൻ ഓപ്പണിംഗ് കൂട്ടുകെട്ട് 10 ഓവർ കഴിയും എന്നുള്ളതാണ് ആ ഒരു പോസ്റ്റ്. മനസ്സിലായോ? ആ പോസ്റ്റ് ആണ്. നമുക്ക് ആ പോസ്റ്റ് നോക്കാം എങ്ങനെയാണോ എന്നുള്ളത്. അപ്പോ ജ്യോത്സ്യൻ ഗുരു കേരള സ്പോർട്സ് എന്ന് പറയുന്ന ഒരു ചാനലാണ്, എനിക്ക് തോന്നുന്നു ഇവൻ തന്നെയാണ് ആ ഗുരു എന്നാണ് തോന്നുന്നത്. എന്തോ ആയിക്കട്ടെ, ജ്യോത്സ്യൻ ഗുരു ഇന്ന് വലിയ പ്രവചനം കൂടി നടത്തിയിരിക്കുകയാണ്. ഫൈനലിൽ ഇന്ത്യക്ക് ആദ്യ 10 ഓവറിൽ ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെടില്ല എന്നാണ് ഗുരു ഇന്ന് പറഞ്ഞത്. ഓക്കെ, നല്ല ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് പോലും ഇല്ല എന്ന വിഷമം ഈ ഫൈനലിലോട് ഇന്ത്യക്ക് അവസാനിക്കുമെന്ന് ഗുരു പറഞ്ഞു. സഞ്ജു എത്ര റൺസ് എടുക്കും എന്ന് ഗുരു പറയാൻ തയ്യാറായില്ല എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. ഗുരുവിന്റെ ഇതുവരെയുള്ള പ്രവചനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ന്യൂസിലൻഡ് പരമ്പരയിൽ സഞ്ജു തകരുമെന്ന് ജ്യോത്സ്യൻ പറഞ്ഞു. അത് കറക്റ്റായിട്ട് നമ്മുടെ ഗുരു പറഞ്ഞത് കറക്റ്റായി നടന്നു. ലോകകപ്പിൽ ഇന്ത്യക്ക് സഞ്ജുവിനെ ആവശ്യം വരുമെന്ന് പറഞ്ഞു, അതും നടന്നു. വെസ്റ്റ് ഇൻഡീസിനെതിരെ സഞ്ജു 73 റൺസ് അടിക്കുമെന്ന് പറഞ്ഞു, അത് നടന്നു. സെമി ഫൈനലിൽ സഞ്ജു 103 റൺസ് അടിക്കും എന്ന് പറഞ്ഞു. പക്ഷേ 14 റൺസ് കുറഞ്ഞു പോയി. വെസ്റ്റ് ഇൻഡീസിനെതിരെ 24 റൺസ് അധികം, അതായത് 103 അടിക്കുമെന്ന് പറഞ്ഞ് അടിച്ചില്ല. അതുമല്ല 73 എന്ന് പറഞ്ഞാൽ അത് 24 റൺസ് അധികം അടിക്കുകയും ചെയ്തു. കഴിഞ്ഞ പ്രവചനം പൂർണ്ണമായും ശരിയാവാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ നമ്പർ ഷെയർ ചെയ്യാത്തത് എന്നുള്ളതാണ് ഈ പറയുന്ന പുള്ളി പറയുന്നത്. അപ്പൊ ഇതാണ് പുള്ളി പറഞ്ഞത്. അതായത് പുള്ളി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് കുറെ ഇതൊക്കെ ഉണ്ട്. ക്വാർട്ടർ ഫൈനൽ 95 അടിച്ചു, 97 അടിച്ചു, അങ്ങനെയൊക്കെ കുറെ പേർക്ക്. ഇതിപ്പോ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ് എന്നുള്ളതാണ്. ചിലവര് പറയുമ്പോൾ ചിലത് നടക്കുന്നു, ചിലത് നടക്കുന്നില്ല എന്നുള്ളതാണ്, അല്ലേ? ചിലർ പറയുന്ന പലതും നടക്കുന്നുണ്ട്, എന്നും തുടർച്ചയായിട്ട് നടക്കും. അതൊക്കെ അവന്റെ ടൈം വെച്ചിട്ട് അല്ലെങ്കിൽ കറക്കി കുത്തുമ്പോൾ 2 ടീമുണ്ട്, ആര് ജയിക്കും, ഇന്ന ആള് ജയിക്കുന്നത് വലിയ കാര്യമൊന്നുമില്ല. ചിലവൻ പറയുന്നതൊക്കെ നടക്കും. ഈ പറയുന്ന വേൾഡ് കപ്പിൽ തന്നെ ഇതുവരെ കൃത്യമായിട്ട് ഇന്നയാൾ ജയിച്ചു എന്ന് പറഞ്ഞ് പ്രൊഡിക്ഷനുള്ള ഒരുപാട് പേരുണ്ട്. അവർക്ക് ലാസ്റ്റ് തെറ്റിപ്പോയത് വരെ ഉണ്ട്. അപ്പൊ അത് പക്ഷെ ഇത് കാണുമ്പോൾ ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാണെങ്കിൽ ഒരു സമാധാനം, അല്ലേ? കഴിഞ്ഞ പറഞ്ഞു നമ്മൾ മനസ്സിലാലോചിക്കും. എങ്ങനെ ഈ പറയുന്ന ഈ പുള്ളി മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ട് ഈ വരുന്ന ആദ്യം സഞ്ജു സാംസൺ 89 അടിച്ചില്ല, അപ്പോഴും പറഞ്ഞു പുള്ളി അത്രയും റൺസ് 70 റൺസിൽ കൂടുതൽ അടിക്കുമെന്ന് പറഞ്ഞ് പുള്ളി അടിച്ചു. പിന്നെ വരുന്ന 2 കളികളിലും 50+ റൺസ് അടിക്കുമെന്ന് ഈ പുള്ളി പറഞ്ഞതായിട്ട് ഈ ചെറുക്കം തന്നെ ആരായിക്കോട്ടെ ഈ പുള്ളി പോസ്റ്റ്. പക്ഷെ അവിടെയൊക്കെ നടന്നിട്ടുണ്ട്. 50+ റൺസ് ഇന്ത്യ എന്ത് ചെയ്തു, സഞ്ജു സാംസൺ അടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇതിൽ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, 10 ഓപ്പണിംഗ് കൂട്ടുകെട്ട് 10 ഓവർ കഴിയുമെന്ന് പറയുന്നത് നടക്കാനുള്ള ചാൻസസ് എന്റെ മനസ്സും പറയുന്നത്. കാരണം ഞാൻ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നത് ഈ കളി അഭിഷേക് തിളങ്ങുമെന്നുള്ളതാണ്. ഈ കളി അഭിഷേക് 101% അഭിഷേക് ശർമ്മ ഈ കളി തിളങ്ങുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മയുടെ കൂട്ടുകെട്ട് ഒരു 10 ഓവർ പോകാനുള്ള ചാൻസസ് ഏറ്റവും കുറഞ്ഞ് പവർ പ്ലേ കഴിഞ്ഞെങ്കിൽ 8-9 ഓവറെങ്കിലും ഇവരുടെ കൂട്ടുകെട്ട് നിൽക്കും. ഒരു വിക്കറ്റും പോകാതെ ഇവരുടെ കൂട്ടുകെട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. ഇവര് ഒരു 8-9 ഓവർ ഇവരുടെ കൂട്ടുകെട്ട് ഉണ്ടായി കഴിഞ്ഞാലുള്ള ഫലം നമുക്കിനി പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ട്. അവര് തമ്മിൽ ഒരു 10 ഓവർ എന്നെങ്കിലും കളി തീർന്ന്
ഇനി ന്യൂസിലൻഡ് സ്വപ്നം കാണണ്ട, ഇന്ത്യ കളി ജയിക്കും എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ 10 ഓവർ ഇവർ തമ്മിൽ നിൽക്കും എന്നുള്ള പ്രവചനം ശരിയാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അഭിഷേക് ശർമ്മ എന്തോ ആയിക്കോട്ടെ, അഭിഷേക് ശർമ്മ ഇന്ന് ഫോം ആകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക, അങ്ങനെ തന്നെ വിശ്വസിക്കുക. ഇന്ത്യ എന്താണ് ഏകപക്ഷീയമായിട്ട് പിന്നീട് ജയിക്കുമെന്ന് എന്നുള്ളതാണ് എൻ്റെ ഒരു പദ്ധതി. എങ്ങനെ പറയും ഏകപക്ഷീയമായിട്ട്, അതായത് ന്യൂസിലൻഡിനെ ഒന്ന് പൊരുതാനുള്ള സമയം കൂടി കൊടുക്കാതെ ഇന്ത്യ അടിച്ചു ജയിച്ചിരിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഫൈനൽ കാണുക. ഈ കപ്പ് വീണ്ടും ഇവിടെ തന്നെ ഇരിക്കും, വേറെ ഒരിടത്തും പോലും നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.